ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും ലീക്കുട്ടിയും കൂടി അവളുടെ അമൃതപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നഴ്സറി പൊടി വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറുക്കിന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ കൂടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, പക്ഷേ അവിടെ ആരും ഉണ്ടാവില്ല. കവുങ്ങുന്തോട്ടവും തെങ്ങിൻ തോപ്പൊക്കെയാണ് കേട്ടോ. റോട്ടിൽ കൂടെ പോയാൽ നല്ല വെയിൽ കൊള്ളേണ്ടി വരും. ഇതിൽ കൂടെ പോകുകയാണെങ്കിൽ നല്ല തണുത്ത കാറ്റും ഉണ്ടാവും, തണലും ഉണ്ടാവും. ഒറ്റയ്ക്ക് പോകാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എന്നാലും അങ്ങോട്ട് പോയി. കഴിഞ്ഞ ആഴ്ചയൊക്കെ ഈ ഭാഗത്തു കൂടെ തൊഴിലുറപ്പ് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടുണ്ട്. ഈ ഭാഗത്തെ പണി കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, പക്ഷെ കഴിഞ്ഞില്ല. പണികളൊക്കെ തീർന്നപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ എത്തിയപ്പോഴേക്കും ഞാനൊന്ന് വഴിതെറ്റി കേട്ടോ, ചെറുതായിട്ട്. എല്ലാ സ്ഥലത്തും നല്ലതുപോലെ പുല്ലുണ്ടായിരുന്നു, അതുകൊണ്ട് ചവിട്ടുവഴി കാണാനില്ലായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ കണ്ടുപിടിച്ച് അതിൽ കൂടെ നടന്നു കേട്ടോ. തോട്ടിന്ന് അലക്കണ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചെറുതായിട്ട് പേടിയൊക്കെ പോയിട്ടോ. ആരും ഇല്ലാത്ത സ്ഥലത്ത് കൂടെ പോകുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവില്ലേ. തോടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ തോട്. ഈ തോട്ടിൽ ഞങ്ങളും അലക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വേനലൊക്കെ ആകുമ്പോൾ ആദ്യം കിണറിലൊക്കെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലക്കാനൊക്കെ ഇങ്ങോട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ റിങ്ങൊക്കെ ഇറക്കിയതുകൊണ്ട് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല കേട്ടോ. എന്നാലും ഇവിടെ ചുറ്റുവട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് അലക്കാൻ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുന്ന സൈഡിൽ അപ്പുറവും ഇപ്പുറമൊക്കെ ആയിട്ട് കൃഷികളാണ് കേട്ടോ. വാഴക്കൃഷിയുണ്ട്, പയർ കൃഷിയുണ്ട്, ചീരക്കൃഷിയുണ്ട്, എല്ലാ തരം കൃഷികളും ഉണ്ട് കേട്ടോ. ഈ ഭാഗമൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പോകുന്ന ഭാഗത്തൊക്കെ എടുത്തെടുത്തായിട്ടാണ് കേട്ടോ വീടുകൾ.
ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ടൊന്നും വീടുകളൊന്നും ഇല്ല കേട്ടോ. അപ്പം ഇതുപോലെയൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ഞാൻ എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നിന്നാലും ഞങ്ങളെ താറാവ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. അതാണ് നിങ്ങൾ കേൾക്കുന്നത്. അങ്ങനെ നമ്മുടെ നഴ്സറി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ മക്കൾസൊക്കെ ചോറ് കഴിക്കുകയാണ് കേട്ടോ. ലിയമോളെ ഹൈറ്റും വെയിറ്റൊക്കെ നോക്കിയിട്ട് അവർ അമൃതപ്പൊടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊണ്ട് ഞങ്ങൾ പിന്നീട് തിരിച്ചു പോരുകയാണ് കേട്ടോ. വന്നത് എങ്ങനെയാണോ ആ വഴിക്കൂടെ തന്നെയാണ് കേട്ടോ പോകുന്നതും. വീടെത്താറായപ്പോഴാണ് കേട്ടോ ഓർമ്മ വന്നത്. ലിയമോക്ക് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോരുമ്പോൾ കാലിൽ ചെരുപ്പില്ല, മറന്നിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ടീച്ചറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ എടുത്ത് വെക്കാൻ പിന്നീട് ചെന്നെടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് രാത്രിയാകുമ്പോൾ കുറുക്കന്മാരുടെ ശല്യം ഉണ്ട് കേട്ടോ. മഗ്‌രിബും ഇശാവിൻ്റെയൊക്കെ ബാങ്ക് കൊടുക്കുമ്പം അവരുടെ ശബ്ദം ഇങ്ങനെ കേൾക്കുക, അവരിങ്ങനെ ഊളിയിട്ടുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാറുണ്ട്. പകൽ സമയങ്ങളിൽ ഞങ്ങൾ ഇവിടെ കുറുക്കന്മാരെ കാണലുണ്ട് കേട്ടോ. അതൊക്കെ കൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിലൊരു പട്ടി ഉണ്ട് കേട്ടോ. പട്ടിക്കുട്ടിനെ വളർത്തുന്നുണ്ട്. ഈ കാട് മൂടിയിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ നിൽക്കലെന്ന് തോന്നുന്നു. ഇവിടുന്ന് നോക്കിയാൽ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ് കാണാം കേട്ടോ. ആ കാണുന്നതാണ് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡ്. കുറച്ചും കൂടെ ഉള്ളൂ ഇനി പോകാൻ. ഇവിടെ ഒരു ചെറിയൊരു തെങ്ങുംപാലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കടന്ന് ഞങ്ങൾ പോയി. ഇവിടെയൊക്കെ വന്ന് മക്കൾസൊക്കെ മീനൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളുടെ പട്ടിക്ക് മനസ്സിലാവായിട്ടാണ് തോന്നുന്നു കേട്ടോ. ഞങ്ങളെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് കുരച്ചു. എടുത്തെത്തിയപ്പോൾ അവൻ്റെ കുരയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, ആൾക്കാർ മനസ്സിലായപ്പോൾ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും തന്നു ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക്